കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ ഗോപി വസ്ത്രാപഹരണം വരികൾ സഹിതം തുടരുന്നു. നിൽക്കവയെല്ലാമേ മന്ദകാലാതിമുഖ്യമാസേ നല്ല ഗോപകുമാരികൾ കാളിന്തി തന്നിൽ കുളിച്ചു വഴി പോലെ കാളിയാം ദേവിയെ പൂജിപ്പതിന്നവർ മൃത്യുകൊണ്ടത്ഭുത ദേവീ രൂപം ചമച്ചുത്തമസ്ഥാനേ പ്രതിഷ്ഠിച്ചു പൂജിച്ചു മുക്തപ്രവാള ഫലതണ്ടൂലങ്ങളാൽ ഭക്തിയോടൊക്കെ നിവേദിച്ചു പിന്നെയും ശുദ്ധപുഷ്പങ്ങൾ ധൂപാദി ദീപങ്ങളാൽ എത്രയും പൂജിച്ചു ഭക്ത്യാസ്തുതിച്ചവർ കാർത്യായനി മഹാമായി ഭഗവതി ആർത്തിനാശി മഹായോഗിന്യദീശ്വരി സുന്ദരൻ നന്ദാത്മജനങ്ങൾ വല്ലഭനെന്നായി വരുവതിനായി കൊണ്ടനുഗ്രഹം സുന്ദരൻ നന്ദാത്മജനങ്ങൾ വല്ലഭനെന്നായി വരുവതിനായി കൊണ്ടനുഗ്രഹം തന്നിട വേണമതിന്നു നമസ്കാരം എന്നിങ്ങനെ അവർ സേവിച്ചു ദേവിയെ പിന്നെ ഹവിസം ഭുജിച്ചു പോരും അവരന്നൊരു നാൾ നിത്യകർമാവസാനത്തിൽ നല്ലൊരിളവയിലേറ്റ് ശീതം പോക്കി മലാക്ഷിമാരൊരുമിച്ച് മുതിർന്നവർ തന്നെ വസ്ത്രങ്ങൾ കാളന്തി തന്നെ തീരത്തഴിച്ചു വച്ചിട്ടുടൻ ചെന്നു കാളന്തിയിൽ നീന്തി കുളിക്കുമ്പോൾ നന്ദജൻ കാളന്തി തീരത്തു ചെന്നിതു നല്ലാർ കുളിക്കുന്നതു കണ്ടു കേശവൻ മെല്ലവേ ചേരകളെല്ലാം എടുത്തുടൻ ചെന്നു നീ വേഗരേറി ജഗന്മംഗലനൊന്നൊന്നേ കൂറകൾ കെട്ടി ശിഖരത്തിൽ അർണോജനേത്രൻ കുഴൽ വിളച്ചിടിനാൻ. അർണസിൽ നിന്ന് കുളിക്കുന്ന ഗോപികൾ കണ്ണനോടേറെ പറഞ്ഞിതോരോവിധം. അർണസിൽ നിന്ന് കരേറി വന്നാലുടൻ നിർണയം ചേല നൽകാമെന്നു കൃഷ്ണനും
നല്ലാർ കുളിക്കുന്നതു കണ്ടു കേശവൻ മെല്ലവേ ചേലകളെല്ലാം എടുത്തുടൻ ചെന്നു നീപേ കരേറി ജഗന്മംഗലനൊന്നൊന്നേ കൂറകൾ കെട്ടി ശിഖരത്തിൽ അർണോജനേത്രൻ കുഴൽ വിളിച്ചിടിനാൻ. അർണസിൽ നിന്നു കുളിക്കുന്ന ഗോപികൾ കണ്ണനോടേറി പറഞ്ഞിതൊരു വിധം. അർണസിൽ നിന്ന് കരേറി വന്നാലുടൻ നിർണയം ചേല നൽകാമെന്നു കൃഷ്ണനും. എല്ലാവരും ഒരുമിച്ചു വന്നേതിലും അല്ലലില്ലെന്നെനിക്കെന്നും പറഞ്ഞതു. ഗോകുലനാഥജനായതി കോമളനാകുന്ന നീ ഇത് ചെയ്തതയോഗ്യമാം. നിന്നുടെ ദാസികൾ ഞങ്ങൾ ഭവാൻ ചൊന്നതൊന്നിനുമെല്ലെന്നതല്ല. നിന്നുടെ ദാസികൾ ഞങ്ങൾ ഭവാൻ ചൊന്നതൊന്നിനുമല്ലെന്നതില്ല ഞങ്ങൾക്കിക. ഇന്നിവണ്ണം പറയാതെ വസ്ത്രങ്ങൾ നീ തന്നതില്ലെങ്കിലോ നന്ദനോടൂതുവൻ. അച്ഛനറിഞ്ഞാൽ എനിക്കില്ല ഛേദമെന്നച്യുത വാക്കു കേട്ടോരു ഗോപീജനം അന്യോന്യമേഷിച്ചു മന്മഥ മന്ദിരം നന്നായി കരം കൊണ്ട് പൊത്തി വന്നിടിനാർ. ചൊന്നാൻ ജഗന്മയൻ പുണ്യകാളിന്തിയിൽ നിന്ദിച്ച വസ്ത്രങ്ങൾ കൂടാതെ ലീലകൾ ചെയ്തതോ പാതകമീശ്വര നിന്ദയെ ചെയ്തതിനഞ്ജലി ചെയ്തുമേ വീടുവൻ എന്നതു കേട്ടേകപാണിന മൂർധനി വന്ദിച്ചു വച്ചു തൊഴുതു ഗോപീജനം. എന്നതോ കണ്ടു പറഞ്ഞു ജനാർദ്ദനൻ ഒന്നുകൊണ്ടീശനെ കൂപ്പുന്നിതാകിലു അന്യകര മറുക്കുന്നു ശാസ്ത്രോക്തിയം. എന്നാകയാൽ എന്നു രണ്ടുകൊണ്ടേറ്റവും വന്ദിച്ചു കൊള്ളേണമെന്നു മുകുന്ദനും ചൊന്നതു കേട്ടവർ കാമം വരുവാനായി പിന്നെയും കൂപ്പുന്നതു കണ്ടു നന്ദിച്ചു കൃഷ്ണനും. നാരിമാർ തന്നെ ഭിന്നമന്യേയുള്ള ഭക്തിയെ കാണുകയാൽ പിന്നെ വസനങ്ങളെല്ലാം കൊടുത്തതോ മല്ലവിലോചനം തന്നോടവർക്കൊരു തെല്ലുപോലും വൈരമുണ്ടായതുമില്ല. വസ്ത്രങ്ങൾ മോതാൽ ധരിച്ചവരെ വരും ത്രിലോകീശം പിരിയാതെ നിൽക്കയാൽ പാരമനുരാഗമുണ്ടവർക്കെന്നറിഞ്ഞാരണക്കാതലാം നാരായണൻ ചൊന്നാൻ. നിശ്ചല ഭക്തിയോടെന്നെ ഭജിപ്പവർക്ക് ഇച്ഛയും മുക്തിയും നൽകുവോൻ ഞാൻ മുതാ. ഭോഗത്തിനെ കൊണ്ട് സേവിപ്പവർക്കതും യോഗം വരുത്തി ക്രമേണ നൽകും മുക്തി. ഭക്ത്യാ ഭഗവതി തന്നെ ഭജിപ്പതിനൊത്ത ഫലം വരുമെന്നു കേട്ടേ വരും ചിത്തമോദീന തത്തൽ ഗൃഹം ബുക്കവാർ. കൈതവമൂർത്തി വളരുന്നതും പാർത്തു പെയ്ത സന്തോഷേണമാണിതു നാരിമാർ. ദേവകി നന്ദൻ ഗോകുലത്തോടുതൽ സേവകന്മാരുമായി രാമനും ഒന്നിച്ച് വൃന്ദാവനം തന്നിൽ ദൂരവി സഞ്ചരിച്ചുന്നത വൃക്ഷമൂലീവിയിൽ കൊണ്ടവർ ചെന്നു നിന്നാർ തരുച്ചായ കുടകളിൽ. ഇന്ദീവരം ശംശമായ ശ്രീതാമാവു തന്നോടു പിന്നെ ബലഭദ്രനോടുമായി അന്യഗോപാലരോടും അരുൾ ചെയ്തു. നന്ദാത്മജൻ നരകാരി നാരായണൻ കാനന വൃക്ഷജാലം കാൺമിനേ വരും. ദീനമോടി വാദവർഷ ഹിമാദികളേറ്റോ ഫലപത്ര പുഷ്പ വൃക്ഷാദികൾ പറ്റും പരോപകാരാർത്ഥമായൊക്കെയും ഏറ്റം ചുമന്നു നിൽക്കുന്നു രക്ഷിപ്പാനായി. തൽക്കർമ്മ പുണ്യഫലമീശ്വരേച്ഛയാ തീഷ്ണമാമർക്കന്റെ രശ്മി ഏൽക്കാതെ നാം വൃക്ഷനിഴൽഛത്രമേറ്റു നിൽക്കുന്നതും എത്രയും തങ്ങൾ ദുഃഖിക്കുന്നതാകിലും മിത്രമായ അന്യരീ രക്ഷിക്കുമുത്തമാർ.
പക്ഷി മൃഗങ്ങൾ വൃക്ഷങ്ങൾ ജലങ്ങളിങ്ങിക്ഷിതിയിൽ വിശേഷിച്ച ജ്ഞാന ജന്തു വിതർപ്പിച്ചു ദേഹം. പക്ഷി മൃഗങ്ങൾ വൃക്ഷങ്ങൾ ജലങ്ങളിങ്ങിക്ഷിതിയിൽ വിശേഷ ജ്ഞാന ജന്തു വിതർപ്പിച്ചു ദേഹം. പരോപകാരാർത്ഥമിതപ്പോഴു ദൂർദ്ധമൂർദ്ധം ജന്മമായി വരും. ഓർക്കിലോരോരുപകാരമായി മേദിനി പാർക്കുന്നു ധർമ്മദാനാർത്ഥ മുക്ത്യർത്ഥമായി. പ്രാണികളിൽ പ്രധാനാത്മാക്കളായുള്ള മനുഷ്യർക്കോ പറയേണ്ടതില്ലേതുമേ. പ്രാണാർത്ഥ ബുദ്ധിവാക്ശ്രേയ കർമ്മങ്ങളാൽ ത്രാണനം ചെയ്തു കൊള്ളേണമതുത്തമം. ഇത്തം അരുൾ ചെയ്തു ഗോക്കളോടൊന്നിച്ചു സത്വരം കൃഷ്ണ ഗോപാലക വൃന്ദവും തൃഷ്ണയാ ചെന്നു യമുനാ ജലത്തെയും തൃപ്തി വരുമാറു പാനവും ചെയ്തവർ ചിത്തമോദേന കുളിച്ചു കരയേറി മുക്തിപ്രദൻ വനം പൊക്കൂ നരോത്തമൻ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം വിപ്രപത്നി അനുഗ്രഹലീല. വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.